ഹായ് ഓൾ, ഡോക്ടർ ജ്യോതിയാണ്, JD സോമിക്കൽ. ഇന്ന് നമ്മൾ അലർജിയുടെ ഡയറ്റാണ് നോക്കുന്നത്. ഏത് തരം അലർജി ആയാലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, അതായത് സ്കിൻ അലർജി ആയാലും സീസണൽ അലർജീസ് ആയാലും ഫുഡ് അലർജി ആയാലും കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കണം എന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ധാരാളം വെള്ളം കുടിക്കുക, ജലാംശം നിയന്ത്രിച്ച് കൊണ്ടുപോവുക. അതുപോലെ തന്നെ അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. സീസണൽ അലർജിക് റൈനൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് തണുപ്പ് പറ്റാതെ വരികയാണെങ്കിൽ അവർ തണുത്ത വസ്തുക്കൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇനി മറ്റെന്തെങ്കിലും അലർജി ഉണ്ടാകുന്ന ആൾക്കാർ, അതായത് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാകുന്ന ആൾ, ചെമ്മീൻ അലർജി അല്ലെങ്കിൽ ചിക്കൻ അലർജിയൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ പൂർണ്ണമായിട്ടും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനുള്ള ഭക്ഷണങ്ങളും ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതായത് ഇഞ്ചി, വെളുത്തുള്ളിയും മഞ്ഞൾ, ചെറുനാരങ്ങ, അതുപോലെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ്, ചെറുനാരങ്ങ, ഓറഞ്ച് പോലെയുള്ള അല്ലെങ്കിൽ തക്കാളി, കക്കിരി പോലെയുള്ള ഫുഡ്സൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങളായ അയല, മത്തി പോലെയുള്ള മത്സ്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസുള്ള കക്കിരി, നട്ട്സ് പോലെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഒഴിവാക്കേണ്ടവ എന്ന് പറയുന്നത് ഹൈലി സീസൺഡ് ഫുഡ്സ്, അതേപോലെ നല്ല പോലെ എരിവുള്ള ഭക്ഷണങ്ങൾ, നല്ല പോലെ ഷുഗറി കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ, റിഫൈൻഡ് ഷുഗറൊക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. ചികിത്സ നടക്കുന്ന സമയത്ത് ഒരു എലിമിനേറ്റിംഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതായത് സോയ, ഗ്ലൂട്ടൺ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ഒരു എലിമിനേറ്റിംഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും.